നമസ്കാരം. ദേവസൈന്യയിലേക്കും ക്ഷേത്ര ഐതിഹ്യത്തിന്റെ പുതിയൊരു പങ്ക്തിയിലേക്കും ഏവർക്കും സ്വാഗതം. കോട്ടയം ജില്ലയിൽ ഏറ്റുമാനൂർ നഗരഹൃദയത്തിൽ MC റോഡിന്റെ കിഴക്കുവശത്ത് സ്ഥിതി ചെയ്യുന്ന അതിപ്രസിദ്ധമായ ഒരു ക്ഷേത്രമാണ് ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രം. രൗദ്രഭാവത്തിലുള്ള പരമശിവനാണ് മുഖ്യപ്രതിഷ്ഠ. രാവിലെ അഘോരമൂർത്തിയായും ഉച്ചയ്ക്ക് ശരഭമൂർത്തിയായും വൈകിട്ട് അർദ്ധനാരീശ്വരനായും സങ്കല്പിച്ചാണ് ആരാധന. സർവ്വദുരിതങ്ങൾക്കും ഇവിടുത്തെ ദർശനം ഫലമെന്നാണ് വിശ്വാസം. ഈ ക്ഷേത്രത്തിന്റെ ഉൽപ്പത്തിയെക്കുറിച്ച് നിരവധി ഐതിഹ്യങ്ങളും പ്രാദേശിക കഥകളും പുരാണ വസ്തുതകളും ഉണ്ടെങ്കിലും വ്യക്തമായ ചരിത്രരേഖകളുടെ അഭാവം കാണുന്നുണ്ട്. ഖരപ്രതിഷ്ഠയാണെന്ന് വിശ്വസിക്കുമ്പോഴും പരശുരാമൻ സ്ഥാപിച്ച കേരളത്തിലെ 108 ശിവക്ഷേത്രങ്ങളിൽ ഒന്നാണെന്ന് കരുതിപ്പോകുന്നു. 4 ഏക്കറിൽ കൂടുതൽ വരുന്ന സ്ഥലത്ത് പടിഞ്ഞാറോട്ട് ദർശനമായിട്ടാണ് ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ക്ഷേത്രത്തിൽ ഉപദേവതകളായി ഗണപതി, ദക്ഷിണാമൂർത്തി അല്ലെങ്കിൽ ശിവൻ, ദുർഗ, ശാസ്താവ്, നാഗദൈവങ്ങൾ, യക്ഷിയമ്മ എന്നിവർക്കും പ്രതിഷ്ഠകളുണ്ട്. കൂടാതെ ക്ഷേത്രത്തിനടുത്തായി അന്തിമഹാകാളൻ അല്ലെങ്കിൽ ശിവൻ, ശ്രീകൃഷ്ണൻ എന്നീ ദേവന്മാർക്കും ക്ഷേത്രങ്ങളുണ്ട്. കുംഭമാസത്തിൽ തിരുവാതിര ആറാട്ടായുള്ള 10 ദിവസത്തെ ഉത്സവമാണ് ക്ഷേത്രത്തിലെ പ്രധാന ആണ്ട് വിശേഷം. ഇതിനിടയിൽ വരുന്ന 8-ാം വിളക്കും അന്ന് നടക്കുന്ന ആസ്ഥാന മണ്ഡപ ദർശനവും ഏറ്റവും ഗംഭീരമാണ്. കൂടാതെ കുംഭമാസത്തിൽ തന്നെയുള്ള ശിവരാത്രി, ധനുമാസത്തിലെ തിരുവാതിര എന്നിവയും വിശേഷ ദിവസങ്ങളാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലാണ് ഈ മഹാക്ഷേത്രം. ക്ഷേത്രത്തിന്റെ ഐതിഹ്യം ഇങ്ങനെയാണ്. ഖരൻ എന്ന അസുരൻ മുത്തച്ഛനായ മാല്യവാനിൽ നിന്ന് ശൈവവിദ്യ ഗ്രഹിച്ച് ചിദംബരത്ത് പോയി ശിവനെ പ്രീതിപ്പെടുത്താനായി തപസ് ആരംഭിച്ചു. ഭക്തന്റെ തപസ്സിൽ സംപ്രീതനായ ഭഗവാൻ അദ്ദേഹത്തിന് 3 ജ്യോതിർലിംഗങ്ങൾ സമ്മാനിച്ചു. തുടർന്ന് ആകാശമാർഗേണ യാത്ര ആരംഭിച്ച ഖരൻ ശിവലിംഗങ്ങളുടെ ഭാരം കാരണം അല്പനേരം വിശ്രമിക്കാനായി വൈക്കത്തെത്തി. തുടർന്ന് തൻ്റെ വലതുകൈയിലെ ശിവലിംഗം അവിടെ ഇറക്കി വെച്ച് ഖരൻ വിശ്രമം ആരംഭിച്ചു. ഉണർന്നെഴുന്നേറ്റ് ശിവലിംഗം എടുക്കാൻ നോക്കിയപ്പോൾ അത് എടുക്കാൻ സാധിക്കുന്നില്ല. താൻ താമസിക്കാൻ ഏറ്റവും ആഗ്രഹിക്കുന്ന സ്ഥലമാണെന്ന് തത്സമയം ശിവഭഗവാന്റെ അശരീരിയും മുഴങ്ങി. തുടർന്ന് ശിവലിംഗം അവിടെ തപസ്സിരുന്ന വ്യാഘ്രപാദർ എന്ന മഹർഷിയെ ഏൽപ്പിച്ച് ഖരൻ മുക്തിയടഞ്ഞു. തുടർന്ന് തൻ്റെ ഇടതുകൈയിലെ ശിവലിംഗം ഖരൻ ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലും വായ കൊണ്ട് കടിച്ചുപിടിച്ച ശിവലിംഗം കടുത്തുരുത്തി തളി മഹാദേവ ക്ഷേത്രത്തിലും പ്രതിഷ്ഠിച്ചു. ഇന്നും 3 ക്ഷേത്രങ്ങളിലും ഉച്ചപൂജയ്ക്ക് മുൻപ് ദർശനം നടത്തുന്നത് പുണ്യകരമായി വിശ്വസിച്ച് വരുന്നു. ഒരിക്കൽ ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രം കാടുപിടിച്ചു കിടക്കാൻ കാരണമായ ഒരു സംഭവമുണ്ടായത്രേ. അതിനു പിന്നിലും ഒരു കഥയുണ്ട്. ഒരിക്കൽ വ്യാസമഹർഷിയുടെ ശിഷ്യനായ ലോമഹർഷൻ എന്ന മഹർഷി ഏറ്റുമാനൂരപ്പനെ ദർശിക്കാനായി ഇവിടെ വരികയുണ്ടായി. ക്ഷേത്രക്കുളത്തിൽ കുളിക്കാനിറങ്ങിയ അദ്ദേഹം അബദ്ധത്തിൽ കാലുവഴുതി വീഴുകയും ഈ കാഴ്ച കാണാനിടയായ ചിലർ അദ്ദേഹത്തെ കളിയാക്കുകയും ചെയ്തു. കുപിതനായ മഹർഷി ഏറ്റുമാനൂർ ദേശം 1000 വർഷം കാടായി കിടക്കട്ടെ എന്ന് ശപിച്ചു. അങ്ങനെ നാട്ടുകാർ പലരും പലവിധ കാരണങ്ങളാൽ മരണമടയുകയും അവശേഷിച്ചവർ നാടുവിടുകയും അതോടെ ഏറ്റുമാനൂർ ദേശവും ക്ഷേത്രവും കാടുപിടിച്ചു കിടക്കുകയും ചെയ്തു. ഈ കാലഘട്ടത്തിൽ സമീപ ഗ്രാമമായ കുറുവിലങ്ങാടിനടുത്തുള്ള അരുവിക്കൽ ശിവസുബ്രഹ്മണ്യ ക്ഷേത്രത്തിലായിരുന്നു ഏറ്റുമാനൂരപ്പന്റെ പൂജകൾ നടത്തിപ്പോന്നിരുന്നത്. ശാപകാലാവധി കഴിഞ്ഞ അവസരത്തിൽ പരമ ഭാഗവതനായിരുന്ന വില്വമംഗലം സ്വാമിയാർ അവിടെ വരാനിടയായി. ഇനി ക്ഷേത്രത്തിന്റെ ചരിത്രത്തിലേക്ക് കടക്കാം. ഏറ്റുമാനൂർ ക്ഷേത്രത്തിന് ഏകദേശം 1000-ലധികം വർഷം പഴക്കമുണ്ടെന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ അത് തെളിയിക്കുന്ന രേഖകളൊന്നും ക്ഷേത്രത്തിൽ ഇല്ല. ക്ഷേത്രം ആദ്യം വടക്കുംകൂർ രാജ്യത്തായിരുന്നു. ക്ഷേത്രത്തിന്റെ ഊരായ്മക്കാർ 8 മനക്കാരായിരുന്നു.
ഇതുവഴി എട്ടുമനയൂർ എന്ന പേര് സ്ഥലത്തിന് വന്നുവെന്നും അതാണ് ഏറ്റുമാനൂർ ആയതെന്നും പറയപ്പെടുന്നു. 8 മനക്കാർക്കിടയിലെ ആഭ്യന്തര കലഹവും മറ്റുമായപ്പോൾ ക്ഷേത്രം തകർന്നുപോയി. പിന്നീട് കൊല്ലവർഷം 929 ക്ഷേത്രം തിരുവിതാംകൂർ ഏറ്റെടുത്തു. തിരുവിതാംകൂർ ദിവാനായിരുന്ന മൺറോ പ്രഭുവിന്റെ ആശയമായിരുന്നു ഇത്. ഇപ്പോൾ ക്ഷേത്രം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലാണ്. ക്ഷേത്രത്തിലെ അതിപ്രസിദ്ധമായ 2 പ്രത്യേകതകളാണ് വലിയ വിളക്കും ഏഴര പൊന്നാനയും. അതേക്കുറിച്ച് വിശദമായി അടുത്ത പങ്ക്തിയിൽ. നന്ദി, നമസ്കാരം.